വെൽക്കം ബാക്ക് അഗൈൻ. ഷർഫാണ് ഫ്രം അട്ടപ്പാടി. ഇപ്പോൾ ഉള്ളത് അഗളി എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. അട്ടപ്പാടിയിൽ അഗളി എന്ന് പറഞ്ഞ സ്ഥലത്ത് രാവിലെ നമ്മളൊന്ന് നടക്കാൻ ഇറങ്ങിയത്. രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോഴാണ് ആ നാടിൻ്റെ സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഒരുവിധം എല്ലാ വീഡിയോസിലും നമ്മൾ രാവിലെ തന്നെ എവിടെ ചെന്നാലും ഒന്ന് നടക്കാൻ ഇറങ്ങലുണ്ട്. അതിന് മുന്നേ ഒരാളെ പരിചയപ്പെടുത്താണ്ട്. എൻ്റെ കൂടെ ഒരു സഹയാത്രികയാണ് കേട്ടോ. കണ്ടോ ആളെ കണ്ടോ? എങ്ങനെയുണ്ട് ആള്? ഒരു വെറൈറ്റി ആളാണ്. ഇത് കണ്ടോ മൂപ്പര് താടിൻ്റെ വലിപ്പം. ഞാൻ പിന്നെ വയലത്തൂരാണ് എൻ്റെ സ്ഥലം. വയലത്തൂർക്കാരനാണ് മൂപ്പര്. പേര് സാഹിർ എന്നാണ്. ഒരു ആർട്ടിസ്റ്റാണ് കേട്ടോ മൂപ്പര്. അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്രയിൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുമല്ലോ. യാത്രയിലാണ് ശരിക്കും നമ്മൾ പരിചയപ്പെടില്ല. അങ്ങനെ കിട്ടിയ ഒരാളാണ് എനിക്ക് സാഹിറിനാണ്. യാത്രയിൽ കിട്ടിയ ആൾക്കാരെ നമ്മൾ മറക്കൂല എന്നാണ്. അങ്ങനെയല്ലേ സാഹിറ? ഞാൻ മറന്നിട്ടുണ്ട് എവിടെയെങ്കിലും കിട്ടിയ ആൾക്കാരെ. കൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരാളെ നോക്കൂല. എല്ലാവരും ഇവരെ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. ഇവൻ്റെ താടി കാരണം. കാണുന്നതൊക്കെയാണ് അഗളി ടൗണ്. ചെറിയൊരു കുഞ്ഞു ടൗണ്. അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയം. അഗളി ശ്രീ അയ്യപ്പ ക്ഷേത്രം വലിയൊരു അമ്പലമാണ്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു അമ്പലം. അട്ടപ്പാടിയിലെ ഒരു പ്രധാന ഒരു സ്റ്റേ ചെയ്യുന്ന സ്ഥലം കേട്ടോ. ഈ ഏരിയയാണിത്. അട്ടപ്പാടി ക്യാമ്പ് സെൻറ്റർ. ഞങ്ങളിങ്ങനെ നടന്ന് വരുമ്പോൾ ഒരുപാട് സിനിമ വണ്ടികളിങ്ങനെ പോകുന്നുണ്ട് അങ്ങോട്ട്. ഞങ്ങൾ അവിടുന്ന് അങ്ങനെ ഇങ്ങോട്ട് നടന്നു വന്നു. അപ്പോൾ വണ്ടിനെ കൈ കാണിച്ച് നിർത്തിച്ചിട്ട് ചോദിച്ചു ഏതാണ് സിനിമ, ആരൊക്കെ ഉണ്ട് എന്നൊക്കെ. അട്ടപ്പാടി ഇപ്പോൾ ഒരു സിനിമ ഷൂട്ടിംഗ് ഏരിയയും കൂടി ആയിട്ടുണ്ട്. നമ്മളെ അയ്യപ്പനും കോശിയൊക്കെ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്ത് അട്ടപ്പാടിയിൽ നിന്നാണ്. നമ്മൾ പുഴൻ്റെ അടുത്തെത്തി. സമയം ഏകദേശം ഇപ്പോൾ 6:57 മണി ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പുഴക്കൊക്കെ കാണാൻ നല്ല രസമാണ്. കുറേ അങ്ങോട്ട് പോയിട്ട് എവിടെയോ ഒരു കടവുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പോയി വയ്ക്കും സാഹിർ. പറ്റുമെങ്കിൽ ഒന്ന് ഇറങ്ങി കുടിക്കണം. മണൽ ഇതൊക്കെ എടുക്കണേ. ഇതൊക്കെ പുഴൻ്റെ ഭാഗമാണ്. വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നത്. ഇത് കണ്ട ഈ കല്ലിൻ്റെ ഒക്കെ ഒരു ഫിനിഷിങ് എന്താ രസം. അതേപോലെ ഈ വെള്ളത്തിൻ്റെ ഒക്കെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ നോക്കിയാണ്. അടിഭാഗം ഫുള്ള് കാണുന്നുണ്ട്. വെള്ളം ഇങ്ങനെ ഈ ചെറിയ ഗ്യാപ്പിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ സൗണ്ട് ഉണ്ടല്ലോ. പിന്നെ അതേപോലെ കിളികളെ സൗണ്ട്. ഇവിടെ അടുത്തൊന്നും വേറെ വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊരു തോട്ടത്തിൻ്റെ ഒരു നടുക്കോ അല്ല. ഒരുപാട് ഉള്ളേരി കൂടെ ഒഴുകണ ചെറിയൊരു പുഴട്ടത്. ഈ കല്ലിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത. ഇത് തൊട്ടിട്ടന്നെ എന്താ സുഖം എന്നറിയും. അത്രക്കും മിനുസാണ്. ഒരു നിലക്കും നമുക്ക് വെള്ളത്തിൽ നമുക്ക് വെള്ളമുള്ള സമയത്ത് തമ്മിൽ നിൽക്കാൻ കഴിയില്ല. അത്രക്കും മിനുസുള്ള പോലെ. സാഹിറിന് ഇതാ നല്ലോണം ഇഷ്ടപ്പെട്ടു. എനിക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. സാഹിർ വന്ന പാടെ തുടങ്ങിയാണ് ഫോട്ടോസും വീഡിയോസും എടുക്കൽ. നമ്മൾ വീഡിയോസിലും പിന്നെ ഫോട്ടോയിലൊക്കെ കാണുന്ന അതേ ലുക്കാണ്. വന്ന് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. പിന്നെ ഈ നാച്ചുറൽ ആസ്വദിക്കാനുള്ള ഒരു കഴിവും കൂടി വേണം. ചില ആൾക്കാർ വന്നിട്ട് ചോദിക്കും ഇവിടെ ഇപ്പം എന്താ കാണുള്ളത്, ഇതിപ്പോൾ സാധാരണ ഉള്ള പോലെ ഉള്ളതെന്നൊക്കെ ചോദിക്കും. പക്ഷെ അങ്ങനല്ല, ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്. അപ്പോൾ ആ ടേസ്റ്റ് അനുസരിച്ച് കാണുമ്പോൾ അതിനൊക്കെ ഒരു ഭയങ്കര ഭംഗിയായിരിക്കും. ഇത് കണ്ടോ നിങ്ങൾ? ഈ കല്ലിൻ്റെ ഒരു ഭംഗിയും വെള്ളം ഇതിലൂടെ ഒഴുകി ഒഴുകി മിനുസായിരുന്നു. ഇത് കണ്ടോ എന്തോ ഒരു മിനുസം. ഇതാ സ്ലിപ്പാവുണ്ടോ, നല്ല മിനുസുണ്ട് ഇവിടെയൊക്കെ. ഇതാ വരണേ. ഇതാണ് നമ്മളെ നേതാവ് മിസ്റ്റർ സുഹൈൽ, മിസ്റ്റർ മിഥുലാജ്, മിസ്റ്റർ ഷബീബ്. സാഹിറിന് വെള്ളം കണ്ടാൽ പിന്നെ അങ്ങനെയാണ്. എന്തായാലും കുളിച്ചേ അടങ്ങും. സാഹിർ ഇറങ്ങിയ പിന്നെ ഞാനും ഇറങ്ങും. ഉള്ള ഷെട്ടിട്ടാണ് സാഹിർ ഇറങ്ങേണ്ട പടച്ചോനെ. ഇതാണ് സഹൽ. അപ്പോൾ സാഹിർ സംഗതി തുടങ്ങി, കുളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും കുളിക്കാൻ പോണേ. താടിക്കാരൻ